ഗൈസ് രാവിലെ തന്നെ ഞാനാണ് ഒരു ഓഫ് റോഡ് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു ഞാൻ വണ്ടി ഒന്ന് ഓണാക്കാൻ നോക്കി ഓണാവണില്ല. കാരണം എന്താ, വണ്ടീൻ്റെ എഞ്ചിൻ എന്തോ ഒന്ന് പറ്റുന്നത് ഗൈസ്, നോക്കിയൊന്നും മനസ്സിലാവണില്ല. വർക്ക്ഷോപ്പ് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ മൊബൈൽ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് എന്നെയാണോ ഷാഡോ വിളിച്ചിട്ട് പറഞ്ഞത് നീ ഇപ്പം എങ്ങോട്ടും പോകരുത്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു നീ ഒന്ന് ഫ്രഷ് ആയൊന്ന് നിൽക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രഷ് ആയി ഇപ്പോൾ നിൽക്കുകയാണ്. എന്നാലും വണ്ടി ഒന്ന് വെറുതെ നോക്കിയതാണ്. എന്നാലും എനിക്ക് ഇതുവരെയായിട്ട് വണ്ടീൻ്റെ കണ്ടീഷൻ മനസ്സിലായിട്ടില്ല. എന്തായാലും അവൻ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പം ഷാഡോ എന്തോ ഒരു വലിയൊരു സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ മുമ്പ് അവനോട് ഞാനിപ്പോൾ എന്താണോട് ചോദിച്ചു, ഞാൻ അവനോടൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അവനോട് ചോദിച്ചാൽ കിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെ അവനോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഒന്നും. ഇതുവരെയായിട്ടും ഞാൻ അവനോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ തന്നെ എടുക്കുക. ഓക്കെ ബ്രോ, ഓക്കെ ഗൈസ്. അങ്ങനെ അവനോട് വന്നിട്ടുണ്ട്. ഏതാ ചെക്കതാ. പിന്നെ ഗൈസ് നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നത് അവൻ വൈറ്റിനെ കോപ്പി അടിച്ച് ചെയ്തല്ലേന്ന്. സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൻ വൈറ്റിനെ കോപ്പി അടിച്ചതല്ല. ഇങ്ങനെ ഒരു മോഡ് വന്നപ്പം, ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തതിൻ്റെ ഇരിക്കുന്ന ടൈമിലായിരുന്നു നവൻ വെയിറ്റ് ഇതിൻ്റെ ഇട്ടത്. പിന്നെ ഈ ഒരു എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കണ പോർച്ചില്ലേ, അത് നവൻ വെയിറ്റിൻ്റെ നോക്കി ചെയ്തതാണ്. സോ വേറൊന്നും കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പലക എന്തായാലും കൊടുത്തേ പറ്റുമല്ലോ, അതാണ് കേസ്. അപ്പം എന്തായാലും ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. എന്തായാലും നിങ്ങൾ കോപ്പിന്ന് മാത്രം പറയരുത്. ആക്ച്വലി എന്തായാലും നമ്മൾ മാറ്റുന്നതായിരിക്കും എന്തെങ്കിലും. ശരിക്കും നവൻ വൈറ്റിൻ്റെ കോപ്പിയൊന്നും ഞാൻ ചെയ്തതല്ല. ഗേറ്റിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടാൽ നവൻ വൈറ്റി എന്ന് പറയുള്ളൂ. പക്ഷേ എൻ്റെത് കുറേ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ട്രോപ്പിക്ക് പോകണമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ കേസ് നമ്മളങ്ങനെ ട്രോപ്പിക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർ ഷോറൂമിലാണ് പറഞ്ഞത്. ഇതുവരെയായിട്ട് അവനും ഒന്നും പറഞ്ഞിട്ടില്ല. അവനെന്തോ സർപ്രൈസ് അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ വണ്ടി ഇവൻ കയറ്റുകയാണോ? ഇങ്ങനെയാണെങ്കിൽ കയറ്റുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് നമ്മളെ ഷോപ്പൊന്നുമല്ലല്ലോ. പിന്നെ ഇത് നമുക്കൊരു കസ്റ്റം ഷോപ്പ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പം അതിനുള്ള പ്ലാൻ. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ വച്ചു. അപ്പം തന്നെ എൻ്റെ ഒരു ധൃതി നോക്കി. എന്നാൽ പിന്നെ അവിടെ നിർത്തിയേ പോരെ. എന്തായാലും ഇവിടെ എടാ ഫോർച്യൂണറോ ഇത് കേട്ടാ. ഇത് വല്ല ഇനി പ്രാങ്കാണോ? ഇത് എനിക്കായിരിക്കില്ല, ഇത് അവനാ ചാൻസ്. അവിടെ ഷാഡോ ഇത് നിനക്കാണോ? എന്റെ അണ്ണ, അങ്ങനെയാണ് ഞാൻ ഇപ്പൊ അണ്ണനെ വിളിച്ചിട്ട് വരില്ലേ? ഞാൻ അണ്ണനെ സർപ്രൈസ് ആക്കി ഈ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരൂലേന്നോ? ഞാനിപ്പോ അണ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം എന്താ പറയുക, ഇത് അണ്ണന് വേണ്ടി ഞാൻ സെറ്റ് ആക്കിയതാ. എടാ പോടാ, എനിക്കോ? ഞാൻ ഇതിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പം തന്നെ നീ എനിക്കിത് എടുത്തു തരികയെ? ഇത് പ്രാങ്ക് ഒന്നല്ലേ? എൻ്റെ പൊന്നോ ഗൈസ്, എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ പൊന്നോ, ഞാൻ വിചാരിച്ച മാതിരി റൂഫ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് റൂഫ് ബോക്സ് ഫോർച്യൂണറിൽ വെക്കണമെന്നുണ്ടായിരുന്നു ഈ ഗെയിമിൽ. എന്തായാലും അത് നടന്നു ഗൈസ്. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഫോർച്യൂണർ കിട്ടിയടാ. അണ്ണ, എന്തായാലും അണ്ണനെ കിട്ടിയില്ല. ഇനിയിപ്പോ എന്തായാലും നേരെ ആ ഡീലൊന്ന് സെറ്റാക്കി വന്നേക്കണ്ണ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ നീ വണ്ടി വാങ്ങിയില്ലേ? അപ്പൊ ഈ വണ്ടീൻ്റെ പൈസ ഞാൻ കൊടുക്കണോ? പിന്നെ അണ്ണൻ എന്താ വിചാരിച്ച്, അണ്ണൻ ഇത്രയും വലിയ ലക്ഷറി കാർ ഞാൻ അണ്ണന് ഫ്രീ ആയിട്ട് തരികയാണെന്നാലോ? അണ്ണന് വണ്ടി വേണമെങ്കിൽ ഡീല് സംസാരിച്ചിട്ട് പോവാം. അങ്ങനെ കേസ് അവൻ നമ്മളെ പറ്റിച്ച കേസ്. ഇപ്പം നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട വന്നു. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി അവരോട് സംസാരിച്ചിട്ട് വരാം. അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ക്യാഷൊക്കെ ആദ്യമേ തന്നു, ഈ ഒരു വണ്ടിയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനാണ് പറഞ്ഞത്. ആ ഫ്രണ്ട് ഞാനാണ് കേസ്. എന്ന് വെച്ചാൽ ഞാൻ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ തന്നെ കൊടുത്തെന്നാണ് കേസ്. അവനെ പിന്നെയും പ്രാങ്കാക്കി കേസ്. എന്തായാലും നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ കേസ് നമ്മുടെ വണ്ടീൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്ലാക്കാണ്. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കളർ ഇടുക. ഏറ്റവും കൂടുതൽ ഏത് കളറാണോ വരുന്നത്? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ആ ഒരു കളറാക്കി നമ്മൾ അടിക്കുക. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് മെല്ലെ വണ്ടി പുറത്തേക്ക് എടുത്തേക്കുക. പിന്നെ കേസ് അവിടെ ആരും കാണാനില്ല. അവൻ എവിടെ പോയി കേസ്? ഓക്കെ, അവനതവിടെ വരുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ മുമ്പ് പോവട്ടെ. വേഗം പോടാ കേസ്. ഇതെന്താ വേണം വണ്ടി സൈഡാക്കിയത്? എന്തായാലും നമുക്കൊന്ന് ഓണടിക്കുക. ഇതിപ്പോൾ വണ്ടി നിന്ന് ഇറങ്ങി. ഇവനെന്താ കാണിക്കണേ? അപ്പോൾ കേസ് എന്തായാലും അവനാണ് വണ്ടി കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് മുമ്പ് പോവാം. അല്ലെങ്കിൽ വേണ്ട, അവൻ തന്നെ മുമ്പ് പോയിക്കോട്ടെ കേസ്, അതാ നല്ലത്. പിന്നെ കേസ് ഞാൻ ഈ ഒരു വണ്ടീൻ്റെ എൻജിൻ നോക്കുകയാണ്. സ്റ്റോക്ക് എൻജിനാണ് വെച്ചത്. എനിക്കിതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവനാണോ പോയി എന്നാണ് തോന്നണ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ കേസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ.